പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 9-ാം വാക്യം. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവിക കണ്ടുമുട്ടലുകൾ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റും. ദൈവത്തിൻ്റെ ആലോചനയാൽ നടക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം എല്ലാ കാലത്തും മാനിക്കും. ഇന്ന് രാവിലെ സമയത്തും നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന, നമ്മെ വഴി നടത്തുന്ന, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴി എന്ന് പറഞ്ഞു തരുന്ന നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഏലിയാവ് ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. കർത്താവ് വിളിച്ച് വേർതിരിച്ച ഹല്ലേലൂയ ഒരു ദൈവ പൈതലിനെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. ജീവിതത്തിൻ്റെ ഓരോ ദിവസവും താൻ വഴി പറഞ്ഞു കൊടുത്ത് നടത്തും. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും, നീ പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, അവൻ എന്നെ വലങ്കരം പിടിച്ച് വഴി നടത്തും. ഇന്ന് രാവിലെയും നമ്മുടെ കർത്താവ് വഴി നടത്തുന്ന ദൈവമത്രേ. നാം പോകേണ്ടുന്ന പാതയിൽ, നാം ചെല്ലേണ്ടുന്ന സ്ഥലത്ത് അവൻ നമ്മെ നടത്തും. അവൻ നമ്മുടെ കരത്തെ പിടിച്ച് നമ്മെ കൊണ്ടുപോകുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. ഒരു അപ്പൻ തൻ്റെ മകൻ്റെ കരം പിടിച്ച് നടത്തുന്നത് പോലെ, ഹല്ലേലൂയ, തള്ളയാടുകളെ പതുക്കെയും കുഞ്ഞാടുകളെ തോളിലും വെച്ച് നടത്തുന്ന നല്ല ഇടയനെ പോലെ നമ്മുടെ കർത്താവ് നമ്മെ നടത്തും. എത്ര പേർ അതൊന്ന് ഓർത്ത് നന്ദി പറയും? ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ ദിവസം വരെയും ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് വഴിയിൽ തള്ളിക്കളയത്തില്ല, നമ്മെ ഉപേക്ഷിക്കത്തില്ല. പിന്നെയോ താൻ വഴി നടത്തി നമ്മെ എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കും. ഇവിടെ ഇതാ ഏലിയാവിന് അതത് സമയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ദൈവം പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഞെരുക്കത്തിൻ്റെ അപ്പം തിന്നാലും കഷ്ടത്തിൻ്റെ കണ്ണുനീർ കുടിച്ചാലും നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല, നിൻ്റെ ദൈവം മറഞ്ഞിരിക്കത്തില്ല. പിന്നെയോ നിൻ്റെ ദൈവം നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ പോകേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കും. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴി എന്നുള്ള ദൈവിക ഇമ്പസ്വരം കേൾക്കുവാൻ ദൈവം നമ്മുടെ കാതുകളെ തുറക്കും. പ്രിയരെ, പലപ്പോഴും നമ്മുടെ മാനുഷിക തലത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ ഹല്ലേലൂയ നല്ലതായിരിക്കണമെന്നില്ല. എന്നാൽ കർത്താവ് ആലോചന പറഞ്ഞു കൊടുത്താൽ, ദൈവം നമ്മെ വഴി നടത്തിയാൽ അത് ഒരു നാളും തെറ്റിപ്പോകത്തില്ല, ഒരു നാളും മാറിപ്പോകത്തില്ല. കർത്താവിൻ്റെ ആലോചന വലിയതത്രേ. കർത്താവ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനും അത്രേ. ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ ഹല്ലേലൂയ കെരീത്തിൻ്റെ തോട്ടിൽ പോയിരിക്കുക. കെരീത്തിൻ്റെ തോട്ടിൽ താൻ പോയിരുന്നപ്പോൾ ദൈവം ഏലിയാവിന് നല്ല ആലോചനകളെ പറഞ്ഞു കൊടുത്തു. ദൈവം ഏലിയാവിന് വേണ്ടത് കരുതി. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എവിടെയാണോ കൊണ്ടിരുത്തുന്നത് അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. കാക്കയാൽ അപ്പം കൊടുത്തവൻ, ഹല്ലേലൂയ ഇറച്ചി കൊടുത്തവൻ, ഹല്ലേലൂയ കെരീത്തിലെ വെള്ളം വറ്റാതെ സൂക്ഷിച്ച ദൈവം അവനെ അവിടെ പരിപാലിച്ചു. തുടർന്ന് വെള്ളം വറ്റിയപ്പോൾ, കാക്കയുടെ വരവ് നിന്നപ്പോൾ അവൻ തൻ്റെ ദാസനെ പറഞ്ഞു വിടുന്നത് ഇതാ സരാഫത്തിലേക്ക് അത്രേ. സരാഫത്തിലെ ഒരു വിധവയുടെ അടുക്കൽ പറഞ്ഞു വിടുന്നു. വിധവയെ ആ പട്ടണവാതിക്കൽ വെച്ച് താൻ കണ്ടുമുട്ടുമ്പോൾ ഹല്ലേലൂയ വിധവ വിചാരിച്ച് കാണത്തില്ല, ഏലിയാവ് വിചാരിച്ച് കാണത്തില്ല ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ പുറകിൽ എങ്ങനെയെന്ന്. എന്നാൽ അഭിഷിക്തരെ ദൈവം അവിടെ ഉപയോഗിച്ചു. ആ വിധവയുടെ വീട്ടിലെ ക്ഷാമം മാറ്റുവാൻ, വിധവയുടെ വീട്ടിലെ കുറവ് മാറ്റുവാൻ, ക്ഷാമകാലത്ത് അവളെ പരിപാലിക്കുവാൻ, തനിക്ക് ഉപജീവനം കഴിപ്പാൻ ആ ഭവനത്തെ ദൈവം ഒരുക്കി. പ്രിയരെ, ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് അത് തന്നെ പറയുന്നു. ദൈവം ആലോചന പറഞ്ഞു തന്ന് ചില സ്ഥലത്ത് നമ്മെ കൊണ്ടു നിർത്തുമ്പോൾ, ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികളുമായി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ജീവിതത്തിൻ്റെ ചരിത്രം മാറും, ജീവിതത്തിൻ്റെ ചരിത്രം മാറും. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, ഹല്ലേലൂയ, മനുഷ്യൻ്റെ ബലത്തിൽ ആശ്രയിക്കേണ്ട, കണ്ണുകൊണ്ട് കാണുന്നത് കണ്ട് നിങ്ങൾ വിധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി നല്ലത് കരുതാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. ഒരു പക്ഷേ വിധവയെ കണ്ടപ്പോൾ ഏലിയാവ് വിചാരിച്ചു കാണും, ഈ വിധവയ്ക്ക് ജീവിക്കാൻ തന്നെ മാർഗമില്ല, തനിക്കുള്ള ആഹാരം ദൈവം എവിടുന്ന് കരുതും. എന്നാൽ പെട്ടെന്ന് ഇതാ അഭിഷിക്തന് തൻ്റെ ഹൃദയത്തിൽ പറയേണ്ട വാക്കുകളെ ദൈവം പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യണമോ അത് ദൈവം ആലോചന പറഞ്ഞു കൊടുത്തു. തക്ക സമയത്ത് നമ്മുടെ ദൈവം പ്രവർത്തിക്കും. ഏലിയാവ് അവളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നു. ഏലിയാവിന് ആ വീട്ടിലെ ഹല്ലേലൂയ അവസ്ഥകളെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്താ ചെയ്യേണ്ടതെന്ന്, എന്താ പറയേണ്ടതെന്ന്, എങ്ങനെ അവിടെ താമസിക്കണമെന്ന് ദൈവം
ദൈവ ആലോചന പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, തക്ക സമയത്ത് അവൻ നിൻ്റെ വായിൽ വാക്ക് തരും. നീ തക്ക സമയത്ത് എന്ത് പറയണമെന്ന്, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവൻ പറഞ്ഞു തരും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവമേ, തക്ക സമയത്ത് നല്ല ആലോചനയെ പറഞ്ഞു തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ദൈവം എവിടെ കൊണ്ട് നിർത്തിയാലും, ഏത് സ്ഥലത്ത് നിർത്തിയാലും അവിടെ കരുതുവാൻ വിശ്വസ്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുമാത്രവുമല്ല, ആ ഭവനത്തിൽ, ആ സ്ഥലത്ത് എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് സംസാരിക്കണം എന്നുള്ള നല്ല ആലോചനകളെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പറഞ്ഞു കൊടുക്കണമേ. ദൈവിക ആലോചനയെ ദൈവം വെളിപ്പെടുത്തണം. ഇതാ ഞങ്ങളുടെ പ്രാർത്ഥന. ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. നമുക്ക് അങ്ങനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ചില കണ്ടുമുട്ടലുകളുടെ നടുവിൽ ഹല്ലേലൂയ, ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഒരു ദിവസം ശൗൽ ശമൂവേലിനെ കണ്ടുമുട്ടുമ്പോൾ അവനെ അഭിഷേകം ചെയ്യാൻ ദൈവത്തിൻ്റെ കരം അവിടെ ചലിച്ചു. ഹല്ലേലൂയ. ഏലിശ യേഹൂവിനെ കാണുമ്പോൾ അഭിഷേകത്തിൻ്റെ തൈലം ചലിച്ചു. ഹല്ലേലൂയ. ദാവീദ് ഗോലിയാത്തിനെ കാണുമ്പോൾ തൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. പ്രിയരെ, ചില കണ്ടുമുട്ടലുകൾ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്ഥാനത്തെ, ജീവിതത്തിൽ മനുഷ്യരുടെ മുമ്പാകെ മനുഷ്യനൊരുക്കുന്ന ഹല്ലേലൂയ ചില പൊസിഷനുകളെ ചലിപ്പിക്കും. ചില പൊസിഷനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ഇന്ന് രാവിലെ നമുക്കും പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഇവർ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണം. ദൈവത്തിൻ്റെ മഹത്വം ഇവരുടെ മേൽ വെളിപ്പെട്ട് വരണം. ദൈവം ഇവരെ മാനിച്ചതിനാൽ സ്തോത്രം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.